Good morning students, welcome to our online class. Orientation class കേട്ടവർക്ക് എന്നെ പരിചയം ഉണ്ടാവും. ഇനി പുതിയതായിട്ട് അഡ്മിഷൻ എടുത്ത കുട്ടികളാണെങ്കിൽ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് പ്രീതി. ഞാൻ മാനേജരിയൽ ഇക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നിങ്ങൾക്ക് എടുക്കുന്നത്. മാനേജരിയൽ ഇക്കണോമിക്സിൻ്റെ സിലബസ് മഞ്ജു മിസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. ഞാനതിൻ്റെ ഒരു മൊഡ്യൂളാണ് എടുക്കുന്നത്, 5th മൊഡ്യൂൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ലാസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ മൊഡ്യൂളിൻ്റെ പേര് ബിസിനസ് സൈക്കിൾ. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ടേം നിങ്ങൾ പ്ലസ് 2-ൽ കേട്ടിട്ടുണ്ടായിരിക്കും. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സ്മൂത്ത്, it is not steady, it goes through the periods of ups and downs. And our trade also, നമ്മളുടെ ട്രേഡും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് ഓൾസോ ഗോസ് ത്രൂ ദ പീരീഡ്സ് ഓഫ് എക്സ്പാൻഷൻസ് ആൻഡ് കോൺട്രാക്ഷൻ. ചില സമയത്ത് നല്ല രീതിയിൽ ഗ്രോത്തിൽ പോവും, ചില സമയത്ത് നമ്മളുടെ ട്രേഡ് വളരെ മോശമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. ഈ ഫ്ലക്ച്വേഷനാണ് ദീസ് ഫ്ലക്ച്വേഷൻ ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ആർ കോൾഡ് business cycle. This business cycle is also called trade cycle. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റി, അതായത് നമ്മളുടെ ട്രേഡ് ചില സമയത്ത് നല്ല രീതിയിൽ പോവും, ചില സമയത്ത് മോശം അവസ്ഥയിലായിരിക്കും. അത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് പോകുന്നത്. ഒരു വേവ്സ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് എപ്പോഴും വരിക. അപ്പോൾ ആ ഒരു ഫ്ലക്ച്വേഷൻ, നമ്മളുടെ ലെവൽ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ പറയുന്നത് ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിളിന് പറയുന്ന മറ്റൊരു പേരാണ് ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഒരു ബിസിനസ് സൈക്കിൾ അല്ലെങ്കിൽ ട്രേഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കെയ്ൻസിൻ്റെ ഒരു ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അക്കോർഡിംഗ് ടു കെയ്ൻസ് നമ്മൾ പറയുന്നത് ട്രേഡ് സൈക്കിൾസ് ആർ composed of the period of good trade characterized by rising the price and low unemployment altering with the period of bad trade characterized by falling price and high unemployment. ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിസിനസ് സൈക്കിളിനെ അല്ലെങ്കിൽ ഒരു ട്രേഡ് സൈക്കിളിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ട്രേഡ് സൈക്കിൾസ് ആർ കമ്പോസ്ഡ് ഓഫ് പീരീഡ്സ് ഓഫ് ഗുഡ് ട്രേഡ്. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ നമുക്കിതിനെ കട്ട് ചെയ്ത് പഠിക്കാം. ദെൻ അക്കോർഡിംഗ് ടു കെയ്ൻസ് ട്രേഡ് സൈക്കിൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ദ പീരീഡ് ഓഫ് ഗുഡ് ട്രേഡ്. അപ്പോൾ എന്താണ് ട്രേഡ് സൈക്കിളിൽ വരുന്നത്? ട്രേഡ് സൈക്കിൾ ആർ കമ്പോസ്ഡ് ഓഫ് ഗുഡ് ട്രേഡ്, നല്ല ട്രേഡാണ്. ഈ ഗുഡ് ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഫസ്റ്റ് വൺ. ഇവിടെ നമുക്കിത് കട്ട് ചെയ്യാം.
അപ്പോൾ ഇറ്റ് കമ്പോസ്ഡ് ഓഫ് ദ ഗുഡ് ട്രേഡ്. ഫസ്റ്റ് വൺ ഗുഡ് ട്രേഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ആ ഗുഡ് ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്? ഇറ്റ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ റൈസിങ് ദ പ്രൈസ്. അവിടെ നടക്കുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യാണ്. റൈസിങ് ദ പ്രൈസ് ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ്. നമ്മളുടെ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കുറവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളുടെ ഗുഡ് ട്രേഡിൻ്റെ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാൻ പറ്റുക. രണ്ട് കാര്യം, റൈസിങ് ദ പ്രൈസ് ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി ഇത് മാത്രമല്ല, ഓൾട്ടറിങ് വിത്ത്, ഓൾട്ടർ ചെയ്യുക, ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്ന്. അതായത് ഗുഡ് ട്രേഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ പറയുന്ന കണ്ടീഷൻ, അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓൾട്ടറിങ് വിത്ത് ദ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ് ആണ്. ബാഡ് ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം അവസ്ഥയാണ്, നമ്മളുടെ ട്രേഡ് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക ക്യാരക്ടറൈസ്ഡ് ബൈ ഫോളിങ് പ്രൈസ്. അവിടെ പ്രൈസ് കുറയുന്നു. ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. അവിടെ വരുന്നത് എന്താ? അൺഎംപ്ലോയ്മെൻറ്റ് വളരെ മോശമായിട്ടാണ്, കൂടുതലായിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ ഹൈ അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഒന്നും കൂടെ നമുക്ക് പറയാം. Trade cycles are composed of period of good trade characterized by rising prices. അതായത് നമുക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ആൻഡ് ലോ അൺഎംപ്ലോയ്മെൻറ്റ് വളരെ കുറവാണ്. ദെൻ ഓൾട്ടറിങ് വിത്ത്, അത് കഴിഞ്ഞാൽ ഈ ഒരു ഗുഡ് ട്രേഡ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് മോശമായിട്ട് വരികയാണ്. അതിനെയാണ് നമ്മൾ ഓൾട്ടറിങ് എന്ന് പറയുന്നത്. ഓൾട്ടറിങ് വിത്ത് ദ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ്, വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അവിടെ ഫോളിങ് പ്രൈസ് കുറവായിരിക്കും, പ്രൈസ് ഫോൾ ചെയ്യും. അതുപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, ഹൈ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. So definition, trade cycles are composed of the period of good trade. നല്ല ട്രേഡ് ആണ്. അതിൻ്റെ ഫീച്ചേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ റൈസിങ് ദ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ലോ അൺഎംപ്ലോയ്മെൻ്റ് ആണ് അവിടെ നടക്കുന്നത്. ദെൻ ഓൾട്ടറിങ് വിത്ത് ദ പീരീഡ് ഓഫ് ബാഡ് ട്രേഡ്. അത് കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് മോശം കണ്ടീഷനാണ്, ബാഡ് ട്രേഡാണ്. ആ ബാഡ് ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോളിങ് പ്രൈസ് കുറയും. ആൻഡ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുതലായിരിക്കും. ദെൻ ഈ രണ്ട് സിറ്റുവേഷൻസിലും ഇത് നമുക്ക് ഫേവറബിൾ ആവാം അല്ലെങ്കിൽ അൺഫേവറബിൾ ആവാം, രണ്ടും സംഭവിക്കാം. നമ്മളുടെ ബിസിനസ്സിനെ ഫേവറബിളി അഫക്റ്റ് ചെയ്യാറുണ്ട്, അൺഫേവറബിളി അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അറിയാം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതെപ്പോഴും expansions are always good for business, just like contractions are always bad for business. So all the business people try to manage this business cycle or trade cycle with appropriate policies. അതിന് suitable ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ് പീപ്പിൾ എപ്പോഴും ഈ ഒരു സിറ്റുവേഷനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് ബിസിനസ് സൈക്കിൾ എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇറ്റ്സ് നത്തിങ് ബട്ട് ഒരു ഫ്ലക്ച്വേഷൻ. നമ്മളുടെ നോർമലായിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരും. അതായത് ബിസിനസ് നല്ല രീതിയിലും പോവാം, ട്രേഡ് നല്ല രീതിയിലും പോവാം, മോശം സിറ്റുവേഷനിലും പോവാം. അതിങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് വന്നുകൊണ്ടിരിക്കും. ആ ഒരു ഫ്ലക്ച്വേഷൻ നമ്മളുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൽ വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻസിനെയാണ് നമ്മൾ ട്രേഡ് സൈക്കിൾ അല്ലെങ്കിൽ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് സൈക്കിളാണ്. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. എന്തൊക്കെയാണ് നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് ബിസിനസ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റിംഗ് ഫോഴ്സസ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ. നമ്മൾ ഓൾറെഡി എന്താണ് ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എക്സ്പാൻഷൻസും കോൺട്രാക്ഷനും വരും. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിസിനസ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്രേഡ് വളരെ മോശം രീതിയിലാണ്. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് അതിൽ വരുന്നുണ്ട്. ജസ്റ്റ് ലൈക്ക് എ വേവ്. ഒരു വേവിൻ്റെ പ്രത്യേകത എന്താ? അതെപ്പോഴും ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസിലാണ് പോവുക. അതുപോലെ തന്നെയാണ് നമ്മളുടെ ബിസിനസ് സൈക്കിളിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒരു വേവ് പോലെയാണ്. അപ്സും ഡൗൺസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വേവിനെ പോലെയാണ്.
അപ്പോൾ ഫസ്റ്റ് ഫീച്ചർ നമ്മൾ പറഞ്ഞു, അവിടെ ഓൾട്ടർനേറ്റീവായിട്ട് എക്സ്പാൻഷനും വരും, അതുപോലെ തന്നെ കോൺട്രാക്ഷനും വരും, അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബിഹേവിയർ ആൻഡ് പാറ്റേൺ ഓഫ് ബിസിനസ് സൈക്കിൾ ആർ മോർ ഓർ ലെസ് ദ സെയിം ഈവൻ ദോ ദ സൈക്കിൾസ് ഡിഫർ ഇൻ ഡ്യൂറേഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി. ഓരോ ബിസിനസ് സൈക്കിളിൻ്റെയും ഡ്യൂറേഷൻ മീൻസ് ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്, എത്ര നാൾ അത് നിലനിൽക്കും, അതാണ് ഡ്യൂറേഷൻ കൊണ്ട് അർത്ഥാക്കുന്നത്. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതാണ് ഇൻറ്റൻസിറ്റി എന്നുള്ളത്. അപ്പോൾ ഓരോ ബിസിനസ് സൈക്കിളിൻ്റെയും അതിൻ്റെ ഡ്യൂറേഷനും ഇൻറ്റൻസിറ്റിയും ഇറ്റ് മേ ബി ഡിഫറെൻറ്റ്, ബട്ട് ഇറ്റ്സ് ബിഹേവിയർ ആൻഡ് പാറ്റേൺ, അതിൻ്റെ ഒരു രീതികൾ എങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ, ഇതൊക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതാണ് രണ്ടാമത്തെ ഫീച്ചറായിട്ട് പറയുന്നത്. തേർഡ് ഫീച്ചറായിട്ട് പറയുന്നത് ദ അപ്വാർഡ് ആൻഡ് ഡൗൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് എ ബിസിനസ് സൈക്കിൾ എക്സിബിറ്റ് എ ഡിഗ്രി ഓഫ് റെഗുലാരിറ്റി ഇൻ ദയർ ഡ്യൂറബിലിറ്റി. അപ്സ് ആൻഡ് ഡൗൺസ് മൂവ്മെൻ്റ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇറ്റ് എക്സിബിറ്റ് എ ഡിഗ്രി ഓഫ് റെഗുലാരിറ്റി ഇൻ ദയർ ഡ്യൂറബിലിറ്റി. അത് സംഭവിക്കുന്നതിൽ ഒരു റെഗുലാരിറ്റി ഉണ്ട്, അതായത് അതിനൊരു ഓർഡറിലാണ് എപ്പോഴും അത് വരിക. അതാണ് അപ്വാർഡ്സ് ആൻഡ് മൂവ്മെൻറ്റ്സ്. ഒരിക്കലും എക്സ്പാൻഷൻ കുറേ നാൾ നിൽക്കുക അല്ലെങ്കിൽ കോൺട്രാക്ഷൻ വളരെയധികം നാൾ നീണ്ടു നിൽക്കുക, അങ്ങനെ സംഭവിക്കില്ല. അത് എപ്പോഴും റെഗുലറായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഫീച്ചറായിട്ട് നമുക്ക് പറയാൻ പറ്റുക ഹയസ്റ്റ് പോയിൻ്റ് ഓഫ് ദ വേവ് ഡിനോട്ട്സ് പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ബൂം. നമ്മൾ പറഞ്ഞു ഒരു വേവ്സ് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഹയസ്റ്റ് പോയിൻ്റ്, ഇതാണ് ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ട് പറയുക. ഈ ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിനെ പ്രോസ്പിരിറ്റി, ഇറ്റ് ഈസ് കോൾഡ് പ്രോസ്പിരിറ്റി, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൂം. ഇതിൻ്റെ ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ലോവസ്റ്റ് പോയിൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ഡിപ്രഷൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ജസ്റ്റ് ഒരു വേവ് ലൈക്ക് മൂവ്മെൻ്റ് ആണ്, അപ്സ് ആൻഡ് ഡൗൺസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഹയസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇത് പ്രോസ്പിരിറ്റി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ബൂം. ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിപ്രഷൻ. Next feature, the downward movement of the cycle is quicker and more violent than the upward movement. എപ്പോഴും ഡൗൺവേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ താഴേക്ക് വരുന്നത് ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് സംഭവിക്കുന്നത്. ഈ ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഈസ് ഓൾവേസ് ക്വിക്കർ, എപ്പോഴും പെട്ടെന്ന് സംഭവിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് അത് വയലൻ്റ് ആണ്. അതുപോലെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്വാർഡ് നോക്കുകയാണെങ്കിൽ അത് വളരെ സ്ലോലി മാത്രമേ സംഭവിക്കുകയുള്ളൂ. മാത്രമല്ല കുറച്ച് ജെൻറ്റിലായിട്ട്, വളരെ സ്ലോ ആയിട്ട്, കുറച്ച് ജെൻറ്റിലായിട്ട് സംഭവിക്കുന്ന ഒരു മൂവ്മെൻറ്റാണ് അപ്വാർഡ് എന്ന് പറയുന്നത്. ഡൗൺവാർഡ് എപ്പോഴും ക്വിക്കറായിരിക്കും, അത് വയലൻ്റ് ആയിരിക്കും, അതിൻ്റെ ഇമ്പാക്റ്റ് സിവിയർ ആയിരിക്കും. ബട്ട് ദ അപ്വാർഡ് മൂവ്മെൻറ്റ് ഈസ് ഓൾവേസ് സ്ലോവർ, ബട്ട് ഇറ്റ് ഈസ് മോർ ജെൻറ്റിൽ ദാൻ ദ ഡൗൺവാർഡ് മൂവ്മെൻറ്റ്. Then different phases of business cycle tend to occur almost simultaneously in different industries. പല ഇൻഡസ്ട്രീസിലും ഈ ബിസിനസ് സൈക്കിളിൻ്റെ ഓരോ ഫേസസ്, ഇതിന് 4 ഫേസസ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. ഈ ഓരോ ഫേസസും പല ഇൻഡസ്ട്രിയിലും ഓൾമോസ്റ്റ് സൈമിൾട്ടേനിയസ്ലി ഒരേ സമയത്തായിരിക്കാം ഇത് സംഭവിക്കുന്നത്. No two business cycles are identical in nature. Their cause, impact and duration may be different. അതായത് ഒരിക്കലും 2 ബിസിനസ് സൈക്കിൾ നമ്മളെടുത്ത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതൊരിക്കലും ഒരേപോലെ ആയിരിക്കില്ല, അത് ഐഡൻറ്റിക്കൽ ആയിരിക്കില്ല. അതിൻ്റെ കോസസ്, എന്തുകൊണ്ടാണ് ആ ഒരു ഫേസ് വന്നത്, അതിൻ്റെ റീസൺ, അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് അത് നമ്മളിനെ എഫക്റ്റ് ചെയ്യുന്നത്, ഒരു ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷൻ, ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും. ഈ കാര്യങ്ങളിലൊക്കെ അത് ഡിഫറെൻ്റ് ആണ്. Some business cycles are global in character, however different countries are affected differently. ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത് ഗ്ലോബലി സംഭവിക്കുന്നതാണ്, പക്ഷേ അത് ഓരോ ഇൻഡസ്ട്രീനെയും ഓരോ രാജ്യത്തിലും അത് പലതരത്തിലാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്.
ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ, അതിന് പല ഫേസസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല തരത്തിലുള്ള ബിസിനസ് സൈക്കിൾസ് ഉണ്ട്. അതായത് മേജർ സൈക്കിൾ ഉണ്ട്, മൈനർ സൈക്കിൾ ഉണ്ട്, ബിൽഡിംഗ് സൈക്കിൾ. അതിൻ്റെയൊക്കെ ഡ്യൂറേഷനും ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ പലതരത്തിലുള്ള ബിസിനസ് സൈക്കിൾസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുക. അതിൽ ഫസ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ പറഞ്ഞത് business cycle consists of alternating forces of expansion and contraction. നമ്മൾ പറഞ്ഞ പോലെ upward and downward movement ആണ്, just like a wave. Next, behavior and pattern of the business cycle are more or less same, but differ in duration and intensity. അതിൻ്റെ ഡ്യൂറേഷനിലും ഇൻറ്റൻസിറ്റിയിലും ഡിഫറൻസ് ഉണ്ടായിരിക്കാം, ബട്ട് അതിൻ്റെ ബിഹേവിയർ പാറ്റേൺ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്നത് അപ്വാർഡ് ഡൗൺവാർഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത് റെഗുലറായിട്ടാണ്, അതൊരു ഓർഡറിൽ റെഗുലറായിട്ട് സംഭവിക്കുന്നതാണ്. ദെൻ ഈ ബിസിനസ് സൈക്കിളിൻ്റെ ഹയസ്റ്റ് പോയിൻറ്റിന് ഇറ്റ് ഈസ് കോൾഡ് പ്രോസ്പെരിറ്റി, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൂം. ദെൻ അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പോയിൻറ്റ് ഇറ്റ് ഈസ് കോൾഡ് ഡിപ്രഷൻ. ഡൗൺവാർഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സൈക്കിൾ ഈസ് ക്വിക്കർ ആൻഡ് ഇറ്റ് ഈസ് മോർ വയലൻറ്റ് ദെൻ ദ അപ്വാർഡ് മൂവ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ അപ്വാർഡ് മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് വെരി സ്ലോവർ ബട്ട് ഇറ്റ് ഈസ് മോർ ജെൻ്റ്ലി ദാൻ ദ ഡൗൺവാർഡ് മൂവ്മെൻറ്റ്. നെക്സ്റ്റ് ഫീച്ചറായിട്ട് നമ്മൾ പറയുന്നത് ഒരു ബിസിനസ് സൈക്കിളിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ്, അത് നമ്മൾ പറഞ്ഞത് അത് പല ഇൻഡസ്ട്രിയിലും ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരിക്കലും നമ്മൾ ബിസിനസ് സൈക്കിൾസിനെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ. ദെയർ കോസസ്, ഇറ്റ്സ് ഇമ്പാക്റ്റ് ആൻഡ് ഇറ്റ്സ് ഡ്യൂറേഷൻ ഓൾസോ മേ ബി ഡിഫറെൻറ്റ്. Some business cycles are global in character. Globally സംഭവിക്കുന്നതാണ്, ബട്ട് അതിൻ്റെ ഓരോ രാജ്യത്തിനും അതിൻ്റെ ഓരോ ഫേസസും എഫക്റ്റ് ചെയ്യുന്നത് പലതരത്തിലായിരിക്കും. ദെൻ വേരിയസ് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ഉണ്ട്. മേജർ സൈക്കിൾ, മൈനർ സൈക്കിൾ, ബിസിനസ് സൈക്കിൾ, അങ്ങനെ പല ടൈപ്പിലുള്ള ബിസിനസ് സൈക്കിൾസ് ഉണ്ട്. അതാണ് നമുക്ക് ഫീച്ചേഴ്സായിട്ട് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾ. Types of business cycle. Types of business cycle, first one നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മേജർ സൈക്കിളാണ്. മേജർ സൈക്കിൾ, അതിൽ മേജർ സൈക്കിൾ എന്ന് പറയുന്നത് അതിനെ പറയുന്ന ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോങ് ജഗ്ലർ സൈക്കിൾ. ലോങ് ജഗ്ലർ സൈക്കിൾ, ഇതിന് നമ്മൾ ലോങ് ജഗ്ലർ സൈക്കിൾ എന്നും കൂടെ പറയുന്നുണ്ട്. 1862 ആണ് അതിൻ്റെ ഇയർ. അതിൻ്റെ ഫ്രഞ്ച് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള അതിനെ ഫൗണ്ടഡ് ബൈ ദ ഫ്രഞ്ച് ഇക്കോണമിസ്റ്റ് നെയിംഡ് ക്ലെമന്റ് ജഗ്ലർ. ക്ലെമന്റ് ജഗ്ലർ ആണ് അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്, കണ്ടുപിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ അതായത് നമ്മളുടെ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നൊരു ഫേസ്, അതുപോലെ തന്നെ ക്രൈസിസ്, ലിക്വിഡേഷൻ, ഇതിനൊക്കെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. അതിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ സ്റ്റേജും, അതായത് പ്രോസ്പെരിറ്റി, ക്രൈസിസ്, അതുപോലെ തന്നെ അതിൻ്റെ ലിക്വിഡേഷൻ, ഇത് മൂന്നും ഇറ്റ് ഈസ് ഫോളോഡ് ഈച്ച് അതർ ഓൾവേസ് ഇൻ ദ സെയിം ഓർഡർ. ഇത് സംഭവിക്കുന്നത് ഒരു ഓർഡർ കീപ്പ് ചെയ്തുകൊണ്ടാണ്, സെയിം ഓർഡറിലാണ് ഇത് ഓൾട്ടർ ചെയ്ത് മാറി മാറി വരുന്നത്. അതാണ് ഈ മേജർ സൈക്കിളിൽ നമ്മൾ പറയുന്നത്. ഈ ഡ്യൂറേഷൻ, മേജർ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഓൺ ആൻ ആവറേജ് 9.5 years ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബിസിനസ് സൈക്കിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മേജർ സൈക്കിളാണ്. മേജർ സൈക്കിളിനെ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോങ് ജഗ്ലർ സൈക്കിൾ ബിക്കോസ് ഇറ്റ് ഈസ് discovered by Clement Juglar in the year 1862.
ദെൻ അതിൻ്റെ ഇതിൽ പറയുന്നത് മേജർ സൈക്കിളിൽ നമ്മൾ പറയുന്നത് അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു കാര്യം, ക്ലെമൻറ്റ് ചെഗ്ലർ എന്ന് പറയുന്ന ആ വ്യക്തി ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഒരു ബിസിനസ് സൈക്കിളിൻ്റെ അതിൻ്റെ പ്രോസ്പെരിറ്റി, അതിൻ്റെ ക്രൈസിസ്, അതിൻ്റെ ലിക്വിഡേഷൻ, ഇതൊക്കെ ഓൾമോസ്റ്റ് അതിങ്ങനെ ഫോളോ ചെയ്ത് ഒരേ ഓർഡറിൽ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതാണ് ഈ ഒരു മേജർ സൈക്കിളിൽ അദ്ദേഹം പ്രധാനമായിട്ടും നമ്മളോട് പറയുന്നൊരു കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു ഡ്യൂറേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മേജർ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 9.5 ഇയേഴ്സ് ആണ്. ഇത്രയാണ് മേജർ സൈക്കിളിനെ പറ്റി പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് മൈനർ സൈക്കിളാണ്. മൈനർ സൈക്കിൾ, ഈ മൈനർ സൈക്കിളിനെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ്, അതിന് നമ്മൾ വേറൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, അതാണ് ഷോർട്ട് കിച്ചൺ സൈക്കിൾ. ഷോർട്ട് കിച്ചൺ സൈക്കിൾ, ഷോർട്ട് കിച്ചൺ സൈക്കിൾ എന്നാണ് അത് അറിയപ്പെടുന്നത്. ആൻഡ് ഇത് 1920 ആണ് ഇതിൻ്റെ ഇയർ, 1920. Then it is discovered by Joseph Kitchen. ജോസഫ് കിച്ചൻ ആണ് അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് മെയിനായിട്ടും ഈ മൈനർ സൈക്കിളിൽ പറയുന്നത് ദിസ് സൈക്കിൾ അക്കൗണ്ട്സ് ഫോർ ദ ടൈം ലാഗ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഇൻഫോർമേഷൻ, അതായത് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിൽ അതിൽ വരുന്ന ടൈം ലാഗ്, ആ ടൈം ലാഗിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത്. മാത്രമല്ല ഈ ടൈം ലാഗ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു ടൈം ലാഗ് എങ്ങനെയാണ് ഒരു കമേഴ്ഷ്യൽ ഫേമിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് മൈനർ സൈക്കിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്നത്. ഈ മൈനർ സൈക്കിൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 months ആണ്. 40 months ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ സെക്കൻഡ് ടൈപ്സ് മൈനർ സൈക്കിളാണ്. മൈനർ സൈക്കിൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് കിച്ചൺ സൈക്കിൾ. ഷോർട്ട് കിച്ചൺ ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ജോസഫ് കിച്ചൻ ഇൻ ദ ഇയർ 1920. അതിൽ മെയിനായിട്ട് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിൽ വരുന്ന ടൈം ലാഗ്, അത് എങ്ങനെയാണ് ഒരു കമേഴ്ഷ്യൽ ഫേമിൻ്റെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫങ്ഷനാണ്. കാരണം നമ്മളുടെ ഓർഗനൈസേഷനെ മുഴുവനായിട്ടും എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നതിൽ വരുന്ന ടൈം ലാഗ് എങ്ങനെയാണ് ഒരു കൊമേഴ്ഷ്യൽ ഫേമിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് ഈ മൈനർ സൈക്കിളിൽ അദ്ദേഹം കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം. അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 40 months ആണ് മൈനർ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ. നെക്സ്റ്റ് ടൈപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് വെരി ലോങ് സൈക്കിൾസ്. വെരി ലോങ് സൈക്കിൾസ്, വെരി ലോങ് സൈക്കിൾസിനെ അതിന് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും, ലോങ് വേവ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. ലോങ് വേവ്സ്, ലോങ് വേവ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ഒരു റഷ്യൻ ഇക്കോണമിസ്റ്റ് ആണ്. റഷ്യൻ ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള കോൺട്രാക്റ്റീവ് എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. കോൺട്രാക്റ്റീവ് ആണ് ഇത്. അദ്ദേഹം ഒരു റഷ്യൻ ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ഇക്കണോമിക് ആക്ടിവിറ്റീസിലെ ലോങ് വേവ്സിനെ പറ്റി നമുക്ക് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോങ് വേവ്സ്. ഇത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷനെ പറ്റി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ 50 to 60 years ആണ്. കാരണം അത്രയും ലോങ് പീരീഡിലേക്കാണ്. സോ ദിസ് ഒക്യൂർഡ് ഇൻ സൈക്കിൾ ഓഫ് 50 to 60 years. to 60 years ആണ് ഇതിൽ പറയുന്നത്. സോ വെരി ലോങ് സൈക്കിളാണ് മൂന്നാമത്തെ ടൈപ്സ്. അതിനെ ലോങ് വേവ്സ് എന്നും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ കോൺട്രാക്റ്റീവ്. റഷ്യൻ ഇക്കോണമിസ്റ്റ് ആണ് കോൺട്രാക്റ്റീവ്. ദെൻ ഇറ്റ്സ് ഡ്യൂറേഷൻ ഈസ്
50 to 60 ഇയേഴ്സ്. അത്രയും ലോങ് ഡ്യൂറേഷനാണ് നമ്മളുടെ വെരി ലോങ് സൈക്കിൾസിൽ നമ്മൾ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബിൽഡിംഗ് സൈക്കിൾസ് ആണ്. ബിൽഡിംഗ് സൈക്കിൾസ്. ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആസ് ഇറ്റ്സ് നെയിം ഇൻഡിക്കേറ്റ്സ്, ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു ബിസിനസ് സൈക്കിളാണ് ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത്, ഇറ്റ്സ് പീരീഡ് ഈസ് ഓൾമോസ്റ്റ് ട്വൈസ് ഓഫ് ദി മേജർ സൈക്കിൾ. അപ്പോൾ മേജർ സൈക്കിളിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 9.5 ഇയേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് 9.5 ഇയേഴ്സ് ആണ്. ഇതിൻ്റെ ട്വൈസ് എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഇരട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൺ ആൻ ആവറേജ് ഇറ്റ് ഈസ് 18 ഇയേഴ്സ് ആയിരിക്കും. 18 ഇയേഴ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷനായിട്ട്, ബിൽഡിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് വാറൻ ആൻഡ് പിയേഴ്സൺ, രണ്ട് പേരാണ്. വാറൻ ആൻഡ് പിയേഴ്സൺ. വാറൻ ആൻഡ് പിയേഴ്സൺ ആണ്. ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് ദ മേജർ സൈക്കിൾ. ചോയ്സ് ഓഫ് ദ മേജർ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺ ആൻ ആവറേജ് 18 ഇയേഴ്സ് ആണ്. 18 ഇയേഴ്സിലാണ് നമുക്കതിൻ്റെ ഡ്യൂറേഷനായിട്ട് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് സൈക്കിളാണ് നമ്മളുടെ ഫോർത്ത് വൺ. അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് വാറൻ ആൻഡ് പിയേഴ്സൺ ആണ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 18 ഇയേഴ്സ്. ചോയ്സ് ഓഫ് ദ മേജർ സൈക്കിളാണ് ഇത്. ഈ ബിസിനസ് സൈക്കിളിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ബിൽഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ ഫൈനലി ഇറ്റ് ലാസ്റ്റ് വൺ നമുക്ക് പറയാനുള്ളത് കുസ്നെറ്റ് സൈക്കിൾ. കുസ്നെറ്റ് സൈക്കിളാണ്. കുസ്നെറ്റ് സൈക്കിളിൽ ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, അതിനെ പറയുന്ന മറ്റൊരു പേരുണ്ട്, അതാണ് കുസ്നെറ്റ് സ്വിങ്സ് എന്നും കൂടെ പറയുന്നുണ്ട്. കുസ്നെറ്റ്സ് സ്വിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കുസ്നെറ്റ്സ് സ്വിങ്. ഇതൊരു മീഡിയം റേഞ്ച് ഇക്കണോമിക് വേവ് ആണ്. അതിൽ ഓൾമോസ്റ്റ് 15 to 25 ഇയേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ ഡ്യൂറേഷൻ 15 to 25 ഇയേഴ്സ് ആണ്. 15 to 25 ഇയേഴ്സ് ആണ് അതിൽ വരുന്നത്. 1930 ആണ് അതിൻ്റെ ഇയറായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാം. 1930 പ്രൊഫസർ കുസ്നെറ്റ്സ് ആണ് ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് അതിൻ്റെ വേവ്സിനെ പറ്റി, ഡെമോഗ്രാഫിക് പ്രോസസ്സിനെ പറ്റിയൊക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് പ്രൊഫസർ കുസ്നെറ്റ്സ് ആണ്. പ്രൊഫസർ കുസ്നെറ്റ്സ്. In the year 1930, Professor Kuznets connected these waves with the demographic process and change in construction intensity. അപ്പോൾ ഡെമോഗ്രാഫിക് പ്രോസസ്സിലുള്ള വേവ്സിനെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ മേജർ സൈക്കിളാണ്. മേജർ സൈക്കിൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോങ് ജഗ്ലർ സൈക്കിൾ. In the year 1862, it is discovered by Clement Juggler. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് 9.5 ഇയേഴ്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അതിൽ നമ്മൾ പറയുന്നത് പ്രോസ്പിരിറ്റി, ക്രൈസിസ്, ലിക്വിഡേഷൻ, ഇതൊക്കെ ഒരു സെയിം ഓർഡറിൽ തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ഒരു ഓർഡറിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ മേജർ സൈക്കിളിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. രണ്ടാമത്തെ ടൈപ്പ് മൈനർ സൈക്കിളാണ്. മൈനർ സൈക്കിൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഷോർട്ട് കിച്ചൻ സൈക്കിൾ ബിക്കോസ് ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ ജോസഫ് കിച്ചൻ ഇൻ ദ ഇയർ 1920. അതിൻ്റെ ഡ്യൂറേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇറ്റ്സ് 40 മന്ത്സ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. മാത്രമല്ല അതിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ടൈം ലാഗിനെ പറ്റിയും അത് എങ്ങനെയാണ് ഒരു
കൊമേഴ്ഷ്യൽ ഫേമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷനായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതിനെ പറ്റിയാണ് ഈ മൈനർ സൈക്കിളിൽ പ്രധാനമായിട്ടും പറഞ്ഞു വയ്ക്കുന്നത്. ദെൻ അടുത്തത് വെരി ലോങ് സൈക്കിളാണ്. വെരി ലോങ് സൈക്കിൾ, ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ലോങ് വേവ്സ്. ദെൻ ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ബൈ കോൺട്രാക്റ്റീവ്. അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 50 to 60 years ആണ്. ഇറ്റ് ഈസ് എ ലോങ് പീരീഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് ലോങ് വേവ്സ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബിൽഡിംഗ് സൈക്കിൾസ് ആണ്. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. Then it is discovered by Warren and Pearson. Its duration, it is twice of the major cycle. Twice of the major cycle എന്ന് പറയുമ്പോൾ major cycle 9.5 years ആണ്. So twice എന്ന് പറയുമ്പോൾ it is 18 years ആണ്. Then next final നമുക്ക് പറയാനുള്ളത് Kuznets cycle. It is Kuznets cycle. It is discovered by Professor Kuznets. This Kuznets cycle is also called as Kuznets swing. Then its duration is 15 to 25 years. In the year 1930 Professor Kuznets ആണ് അത് ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അതിൽ വേവ്സിനെ പറ്റി, ഡെമോഗ്രാഫിക് പ്രോസസ്സിനെ വേവ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൽ പറയുന്നത്. ദെൻ ഈ കുസ്നെറ്റ് സ്വിങ്സിനെ അതിനെ വീണ്ടും നമ്മളൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ. ലാസ്റ്റ് ടൈപ്സ് ഒന്നുകൂടെ പറയാം. കുസ്നെറ്റ് സൈക്കിൾ ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കുസ്നെറ്റ് സ്വിങ്സ് എന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ, ആ പേരിലും അത് രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. കുസ്നെറ്റ് സൈക്കിൾസ് തന്നെ കുസ്നെറ്റ് സ്വിങ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റ് സൈക്കിൾ എന്നുള്ള പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു 1930 പ്രൊഫസർ കുസ്നെസ് ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡെമോഗ്രാഫിക് പ്രോസസ്സിനെ വേവ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അതിൽ മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് എ മീഡിയം റേഞ്ച് ഇക്കണോമിക് വേവ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് 15 to 25 years ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ബിസിനസ് സൈക്കിൾ എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ബിസിനസ് സൈക്കിൾ ഇറ്റ് മീൻസ് ഇക്കണോമിക് ഗ്രോത്ത് ഈസ് നോട്ട് ഓൾവേസ് സ്മൂത്ത് ആൻഡ് സ്റ്റഡി. It always goes through the periods of ups and downs, just like a wave-like movement. Then there may be expansion and contraction of trade. These fluctuations in the level of economic activity are called business cycle. It is also known as trade cycle. ദെൻ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. ഡെഫിനിഷൻ കെയ്ൻസിൻ്റെ ഡെഫിനിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ട്രേഡ് സൈക്കിൾസ് ആർ കമ്പോസ്ഡ് ഓഫ് ദ പീരീഡ്സ് ഓഫ് ഗുഡ് ട്രേഡ് ക്യാരക്ടറൈസ്ഡ് ബൈ rising prices and low unemployment, then altering with the periods of bad trade characterized by falling prices and high unemployment. അപ്പോൾ ഡെഫിനിഷൻ പഠിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് കട്ട് ചെയ്ത് പറഞ്ഞു തന്നത്. ഓരോ പാർട്ടായിട്ട് നമ്മൾ പഠിക്കാം. അപ്പോൾ ട്രേഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് പീരീഡ്സ് ഓഫ് ഗുഡ് ട്രേഡ്. ഗുഡ് ട്രേഡും വരുന്നുണ്ട്. ഇനി എന്താണ് ഗുഡ് ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇറ്റ്സ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് റൈസിങ് പ്രൈസ്, അതുപോലെ തന്നെ അതിൽ വരുന്നത് ലോ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. അപ്പോൾ നമ്മളുടെ ഗുഡ് ട്രേഡ് കഴിഞ്ഞു, അത് സംഭവിച്ചു കഴിഞ്ഞു. ദെൻ ഓൾട്ടറിങ് വിത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബാഡ് ട്രേഡാണ്. ഇപ്പോൾ ബാഡ് ട്രേഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് ഫോളിങ് പ്രൈസ് കുറയുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് ഹൈ ആവുന്നു. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക. കട്ട് ചെയ്ത് അവസാനം ഫൈനലി അത് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഡെഫിനിഷൻ പഠിക്കാൻ പറ്റും. ദെൻ അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൾട്ടറിങ് ഫോഴ്സസ് ഓഫ് എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ആണ്, ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. ബിഹേവിയർ ആൻഡ് പാറ്റേൺ ഓഫ് ബിസിനസ് സൈക്കിൾസ് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഡ്യൂറേഷനിലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലും ഡിഫറൻസ് ഉണ്ടാവും. ദെൻ അപ്വാർഡ് ഡൗൺവാർഡ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അത് ഒരു റെഗുലറായിട്ട് സംഭവിക്കുന്നതാണ്. പിന്നെ അതിൻ്റെ ഹയസ്റ്റ് ലെവലിന് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ബൂം എന്നും ലോവസ്റ്റ് ലെവലിന് ഡിപ്രഷൻ എന്നും നമ്മൾ പറയുന്നുണ്ട്.
ദെൻ ഡൗൺവേർഡ് മൂവ്മെൻറ്റിനെ പറ്റി അത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്വിക്കറാണ്, അതിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചും കൂടെ സിവിയറാണ്. പക്ഷേ അപ്വേർഡ് മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ സ്ലോവർ ആയിരിക്കും, മാത്രമല്ല കുറച്ചും കൂടെ ജെൻറ്റിലായിരിക്കും. ദെൻ ബിസിനസ് സൈക്കിളിൻ്റെ പല ഫേസസും പല ഇൻഡസ്ട്രീസിലും സൈമിൾട്ടേനിയസ് ആയിട്ടാണ് സംഭവിക്കുന്നത്, ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. ദെൻ രണ്ട് ബിസിനസ് സൈക്കിൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ. അതിൻ്റെ കോസസ്, അതിൻ്റെ ഇമ്പാക്റ്റ്, അതിൻ്റെ ഡ്യൂറേഷൻ ഇതൊക്കെ ഡിഫറെൻ്റ് ആയി. സം ബിസിനസ് സൈക്കിൾസ് ആർ ഗ്ലോബൽ ഇൻ ക്യാരക്ടർ, ബട്ട് പല കൺട്രീസും അത് പലതരത്തിലാണ് എഫക്റ്റഡ് ആവുന്നത്. Then last one, there are various types of business cycles like major cycle, minor cycle, building cycle, etc. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾസ് ആണ്. ഇറ്റ് ഈസ് മേജർ സൈക്കിൾ, മൈനർ സൈക്കിൾ, വെരി ലോങ് സൈക്കിൾ, ബിൽഡിംഗ് സൈക്കിൾ ആൻഡ് കുസ്നട്സ് സൈക്കിൾ. അപ്പോൾ ടൈപ്സ് ഓഫ് ബിസിനസ് സൈക്കിൾസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ദാറ്റ്സ് ഫോർ ടുഡേ. താങ്ക് യു.